ഓരോ നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്ന മീനാണിത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ കിളിമീൻ എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിനെ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇന്ന് കുടംപുളിയും തേങ്ങാപ്പാലും ചേർത്ത് നല്ല എരിവും പുളിയും ഒക്കെയുള്ള കിളിമീൻ കറിയാണ് തയ്യാറാക്കുന്നത്. ഈ റെസിപ്പി വെച്ച് ഏത് മീനും ഇതുപോലെ കറി വെക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലേക്ക് 7 ചുവന്നുള്ളി ചതച്ചതും 2 പച്ചമുളക് അരിഞ്ഞതും ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം. നന്നായി വഴണ്ടു വന്നാൽ പൊടികൾ ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി കൊടുക്കണം. കാശ്മീരി മുളക് പൊടി അധികം എരിവുണ്ടാകില്ല, അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തത്. എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. കാശ്മീരി മുളക് പൊടി ചേർത്താൽ കറിക്ക് നല്ല കളർ കിട്ടും. ഇനി പൊടികളുടെ പച്ചമണം മാറിയാൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം കട്ടിയില്ലാത്ത പാലാണ് തേങ്ങയുടെ 2ാം പാല്. ഇനി കുടംപുളി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പുളിക്ക് അനുസരിച്ച് കുടംപുളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 പീസ് കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി ആഡ് ചെയ്ത് കറി നന്നായി തിളച്ചു വന്നാൽ മീൻ കഷ്ണങ്ങൾ കറിയിലേക്ക് ആഡ് ചെയ്യാം. 1/2 കിലോ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മീൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന തരത്തിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കറി തിളച്ച ശേഷം കറിയിൽ പുളി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ പുളി എടുത്തു മാറ്റാൻ മറക്കരുത്. അതുപോലെ കറി തവിയോ സ്പൂണോ ഉപയോഗിച്ച് ഇളക്കരുത്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇനി കറി തിളച്ച് ഒന്ന് കുറുകി വന്നാൽ തൻപാൽ, അതായത് 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൻപാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കറി ഒന്ന് ചൂടായി വന്നാൽ സ്റ്റവ് ഓഫ് ചെയ്യാം. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടാകും. അതുകൊണ്ട് 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കിളിമീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല നെയ്യുള്ള മീനായതുകൊണ്ടാണ് ഓയിൽ പോലെ കറിയുടെ മുകളിൽ തെളിഞ്ഞു കിടക്കുന്നത്. മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടേ സെർവ് ചെയ്യാവൂ. എന്നാലേ ഉപ്പും പുളിയും എരിവും ഒക്കെ മീനിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോഴാണ് നമ്മുടെ കറി കൂടുതൽ ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്